വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്നിവരെ കക്ഷി ചേർത്ത് ഹൈക്കോടതി. സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സമഗ്രമായ പഠനം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ സ്വമേധയാ കേസെടുത്തതിന് പിന്നാലെയുള്ള ഹൈക്കോടതിയുടെ നടപടികൾ എന്തൊക്കെയാണ്? വേണു, സമഗ്രമായ പരിശോധനയ്ക്ക് ഹൈക്കോടതി ഒരുമ്പെടുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കേസ് കോടതി ഇന്ന് പരിഗണനയ്ക്കെടുത്തപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി സർക്കാരിന് വേണ്ടി തങ്ങളുടെ വാദമുഖങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാനും ശ്രമിച്ചു. അതിൽ നിലവിലിപ്പോൾ കോടതി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്നിവരെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. കാരണം ഇവരിൽ നിന്നാണ് ഇനി അടുത്ത ഘട്ടത്തിൽ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ തേടാൻ പോകുന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടന്നിട്ടുണ്ടോ എന്ന സുപ്രധാനമായ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണം എന്ന നിർദ്ദേശം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഈ പാരിസ്ഥിതിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലാകണം എന്ന് കോടതി പറയുന്നു. ഇനി അറിയേണ്ടത് ഇതൊരു ഉത്തരവായി പുറത്തു വരുമോ എന്നുള്ളതാണ്. 2 സീനിയർ ജഡ്ജിമാരാണ് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് കൂടിയാണ്. അവരിൽ നിന്നാണ് ഈ സുപ്രധാനമായ നിർദ്ദേശം വരുന്നത്. സമഗ്രമായ പഠനം നടത്തണം, തൊലിപ്പുറത്തെ ചികിത്സ പാടില്ല എന്നാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കേസ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടെ വയനാട് ഉരുൾപൊട്ടൽ, അതോടൊപ്പം പാരിസ്ഥിതിക വിഷയങ്ങൾ സംബന്ധിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകേണ്ടി വരും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അന്ന് ഈ കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും. ശരി, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുകയാണ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.